ഇന്ത്യൻ സൈന്യത്തിന് നേരെ പ്രകോപനം തുടർന്ന് പാകിസ്ഥാൻ. നിയന്ത്രണ രേഖയിൽ ഇന്നും വെടിവയ്പുണ്ടായി. ഭീകരവാദത്തിനെതിരായ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്കൊപ്പമെന്ന് വ്യക്തമാക്കിയ അമേരിക്ക. അതേസമയം കൊടും ഭീകരൻ ഹാഫിസ് സയ്യിദിന് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിരിക്കുകയാണ് പാകിസ്ഥാൻ. തുടർച്ചയായ 7ാം ദിവസമാണ് വെടിനിർത്തൽ കരാർ പാകിസ്ഥാൻ ലംഘിച്ചത്. നിയന്ത്രണ രേഖയിൽ പാകിസ്ഥാൻ സൈന്യം ഇന്ത്യൻ സൈന്യത്തിന് നേരെ വെടിയുതിർത്തു. അഖ്നൂർ, ഉറി, കുപ്വാര മേഖലകളിലാണ് വെടിവെപ്പുണ്ടായത്. പ്രകോപന നടപടികൾ തുടർന്നാൽ ശക്തമായി പ്രതിരോധിക്കുമെന്ന് ഇന്ത്യൻ സൈന്യം വ്യക്തമാക്കി. പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായുള്ള നാവികസേനയുടെ മിസൈൽ പരീക്ഷണം ഗുജറാത്ത് തീരത്ത് ആരംഭിച്ചു. ഇന്ത്യ തദ്ദേശീയമായി നിർമ്മിച്ചെടുത്ത ദീർഘദൂര മിസൈലുകളിലാണ് നാവികസേന പരിശീലനം നടത്തുന്നത്. അതേസമയം ഭീകരവാദ പ്രവർത്തനങ്ങളിൽ ഇന്ത്യക്കൊപ്പമാണെന്ന് അമേരിക്കയും വ്യക്തമാക്കി. ഇരു രാജ്യങ്ങളും സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ തയ്യാറാവണമെന്നും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പറഞ്ഞു. ഭീകരാക്രമണത്തിന് പിന്നാലെ കൊടും കുറ്റവാളി ഹാഫിസ് സയ്യിദിന് പാകിസ്ഥാൻ സൈന്യം കൂടുതൽ സുരക്ഷ ഏർപ്പെടുത്തി. സുരക്ഷയുടെ ഭാഗമായി പ്രത്യേക കമാൻഡോകളെയും നിരീക്ഷണ ക്യാമറകളും വിന്യസിച്ചിട്ടുണ്ട്. വ്യോമാതിർത്തികൾ അടച്ചതോടെ പുതിയ വ്യോമപാത സാധ്യതകൾ പരിശോധിക്കണമെന്ന് വിമാന കമ്പനികൾക്ക് കേന്ദ്ര സർക്കാർ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പാകിസ്ഥാൻ വ്യോമപാത ഒഴിവാക്കിയ സാഹചര്യത്തിലാണ് കേന്ദ്രത്തിന്റെ നിർദ്ദേശം. പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുന്നതിന് കേന്ദ്ര നേതൃത്വം ഇന്നും നിർണായക യോഗം ചേരും. കൈരളി ന്യൂസ്, ദില്ലി.